Hello guys, welcome back to our channel. This is Ambu and Kumbu. Guys, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ രാമോജി ഫിലിം സിറ്റി കാണാൻ പോയതിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ. ഫിലിം സിറ്റിയിലോട്ട് കയറാനായിട്ടാണ് ഞങ്ങൾ ഈ ടിക്കറ്റ് എടുക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ ഇത്തിരി ഫോട്ടോഷൂട്ടൊക്കെ നടത്താനായി ഇവിടേക്ക് വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ ക്യൂ നിന്ന് ബസ് കയറി. ഞാനൊരു വിൻഡോ സീറ്റ് തന്നെ പിടിച്ചു. എനിക്ക് കാറ്റ് കൊണ്ടുപോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വിൻഡോ സീറ്റ് കയറി പിടിച്ച് പിന്നെ പോണ വഴിയൊക്കെ അടിപൊളിയായിരുന്നു. ഇവിടെയൊക്കെ കണ്ട പനകളൊക്കെ കണ്ട അടിപൊളിയാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ഞാൻ എടുത്തത് കഴിഞ്ഞ വർഷമായിരുന്നു. അപ്പോൾ എന്തോന്നാ, ഞങ്ങൾക്ക് സ്കൂളും എക്സാംസൊക്കെ വന്നപ്പോൾ ഇതിടാൻ മറന്നു ഇതാണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് ഫ്രീ ആണല്ലോ, 1 മാസം 2 മാസമൊക്കെ ലീവ് ആയതുകൊണ്ട് ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ ഞങ്ങൾ എടുത്ത് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ വാളൊക്കെ നോക്കുക, എന്ത് മനോഹരമായിട്ട് അവർ ചെയ്ത് വെച്ചേക്കണേ. പിന്നെ ഇത് രാമോജീൻ്റെ എൻട്രൻസിന് ഇത്തിരിയൊക്കെ മുമ്പായിട്ടുള്ളതാണ് ആ വ്യൂ കണ്ടത്. പിന്നെ ഇത് ഇവിടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ആ സ്റ്റേജ് ഉണ്ട്, അവിടെയൊക്കെയാണ് കുറേ തെലുങ്ക് ഫിലിംസിലെ ഡാൻസൊക്കെ നടക്കുന്നത്. പിന്നെ ഈ റെഡ് ബസ് ഉണ്ടോ, ആ ബസ്സിലൂടെയാണ് ഇനി നമ്മൾ പോകാൻ പോണത്. ഇവിടെ നിന്ന് നമ്മൾ ഇനി വളഞ്ഞ് ഇനി എൻട്രൻസിലോട്ടാണ് പോണത്. അടുത്തായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, ഞങ്ങളൊരു ഷോ കാണാനായിട്ട് വന്നേക്കാണ്. ഇത് ഷാഡോ ഷോ ആയിരുന്നു. ഇത് അടുത്ത സ്ഥലം കാണാൻ പോകാനായിട്ട് ഞങ്ങൾ അടുത്ത ബസ് പിടിച്ചു. അത് എന്നിട്ട് എത്തിയെന്ന് വെച്ചാൽ ബാഹുബലി സെറ്റിലോട്ടാണ്. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. എൻട്രൻസിൻ്റെ തൊട്ടടുത്ത് തന്നെ ബാഹുബലിൻ്റെ കൊട്ടാരത്തിൻ്റെ ഒരു ചെറിയ മോഡലാണത്. പിന്നെ അകത്തേറിയിട്ടുള്ള വ്യൂ ആണിത്. അടിപൊളിയായിട്ടുള്ള വ്യൂ ആയിരുന്നു അകത്ത് കയറിയ. പിന്നെ ഇതിന് ശേഷം ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാനായിട്ട് അടുത്ത ബസ് പിടിച്ചു. അടുത്ത ബസ് പിടിച്ച് ഞങ്ങൾ താഴത്ത് എത്തിയതിന് ശേഷം ഇത്തിരി ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോയി. അവിടെ കുറേ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇത്തിരി വിശ്രമിച്ചിട്ട് ഞങ്ങൾ പിന്നെ പുറത്തിറങ്ങി. ഇപ്പോൾ വൈകുന്നേരം പിന്നെ അടിപൊളി വ്യൂ ആണ്. അപ്പോഴുള്ള വ്യൂ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലൈറ്റ് ഷോകളാണ് ഏറ്റവും കൂടുതലുണ്ടായിരുന്നത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഡിസംബറും കൂടി ആയിരുന്നു. അപ്പോൾ നല്ല തണുപ്പും ഉണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾ കാണുന്നത് കാർണിവൽ ഷോ ആണ് കേട്ടോ. ഗൈസ്, ഇനി പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം, എന്നാലേ അതിൻ്റെ ബ്യൂട്ടി നിങ്ങൾക്ക് അറിയാൻ പറ്റൂ.
പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലയാളത്തിലെ ഉദയന താരം, തമിഴിലെ ചന്ദ്രമുഖി, പിന്നെ ഹിന്ദിയിൽ നമ്മുടെ ചെന്നൈ എക്സ്പ്രസ്, ആ പടങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് ഷൂട്ട് ചെയ്തേക്കണേ. പിന്നെ നമ്മുടെ ദിൽവാലെ ഷാറുഖാൻ്റെ വീടൊക്കെ ഇവിടെ തന്നെയാണ്. ഇക്കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മൾ കാണാനായിട്ട് പോകുമ്പോൾ ബസ്സിലിരിക്കുന്ന ഒരു ഗൈഡ് ഉണ്ട്. ആ ഗൈഡ് നമുക്ക് മൈക്കിൽ കൂടെ നമുക്ക് എല്ലാവരും പറഞ്ഞു തരും. അങ്ങനെയാണ് ഇതൊക്കെ എനിക്ക് എല്ലാവരും പിടികിട്ടിയത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ്, എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.